എൻ്റെ വീട്ടിലേത്തെ അലോവേര ചെടിയാണ് കേട്ടോ. വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ എങ്ങനെയാണ് അലോവേര ചെടികളൊക്കെ നടുന്നതെന്ന്. അപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് ഒത്തിരി ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോയിൽ വന്നിട്ടും ഒരുപാട് ആളുകൾ ചോദിക്കുന്ന കാര്യമാണ്, എങ്ങനെയാണ് ചേച്ചി അലോവേരൻ്റെ ചോട്ടിൽ തൈകൾ ഉണ്ടാവുന്നത്, അതിൻ്റെ ഇലയ്ക്ക് വണ്ണം വെക്കാൻ എന്താ ചെയ്യാന്ന്. അപ്പോൾ ഈ ഒരു അലോവേരൻ്റെ ചോട്ടിലുണ്ടോ ഭയങ്കരമായിട്ട് തിങ്ങി നിറഞ്ഞ തൈകളാണ് കേട്ടോ. അതിൻ്റെ ഇലയ്ക്കാണെങ്കിൽ ഭയങ്കര വണ്ണമാണ്, അത് ഒടിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ വണ്ണം കൊണ്ട്. അപ്പൊ ഇതിന് ഞാൻ കൊടുക്കുന്ന നല്ലൊരു പോട്ട് മിക്സ് ആണ്. അലോവേര ചെടി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പൊ എങ്ങനെയാണ് അലോവേര ചെടി നമുക്ക് നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. മടിയന്മാർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്കൊക്കെ അറിയാം, ഇപ്പൊ നമ്മുടെ റെയിനിങ് സീസണിൽ നമ്മുടെ വീട്ടിലുള്ളതാണല്ലേ ഇത്. ഇതെന്താന്ന് മനസ്സിലായോ? ഇതാണ് പൂപ്പല് പായലൊക്കെ ഉണ്ടാവും. ഇപ്പൊ ടെറസിന്റെ മുകളിലാണെങ്കിലും ഉണ്ടാവും. ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ അങ്ങനെ എടുക്കുക. ഇനി വീട്ടില് തിണ്ടിന്റെയും ചുമരും ഒക്കെ ഉണ്ടാവുമല്ലോ ഇതുപോലെ. അപ്പൊ ഇത് കണ്ടോ, ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പൊ ഇത് ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ, അടിപൊളി റിസൾട്ട് ആണ്. നിങ്ങളുടെ അലോവേര ചെടി മാത്രമല്ല, വീട്ടിൽ നിങ്ങൾ എന്ത് ചെടി നടുകയാണെങ്കിലും ഈ ഒരു പൂപ്പലി പായലൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു ചാണകപ്പൊടിയോ വേറെ ഒരു വളം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണ്ട. ഇത് നിങ്ങൾക്ക് എടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ ഒരു എന്തെങ്കിലും കമ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. എളുപ്പത്തിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് പറഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെടികൾക്ക് വേരോട്ടം നടക്കാനും, ഇപ്പൊ നമ്മുടെ ചകിരിച്ചോറൊക്കെ നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലേ, ആ സെയിം റിസൾട്ട് ആണ് കേട്ടോ കിട്ടുന്നത്. ചെടിക്ക് നല്ല വേരോട്ടം ലഭിക്കാനും അതുപോലെ തന്നെ ചെടി നന്നായിട്ട് വളരാനും പൂച്ചെടികൾക്കൊക്കെ ഈ ഒരു നമ്മുടെ പൂപ്പലി പായൽ നിന്നൊക്കെ ഇതിന്റെ ഗുണങ്ങൾ പൂച്ചെടികൾക്ക് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇത് വെച്ചിട്ട് ആന്തൂറിയ ചെടികളൊക്കെ വീട്ടിൽ നടാറുണ്ട് കേട്ടോ. നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പൊ നന്നായിട്ട് ഞാനിത് ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചട്ടിയാണ് കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചട്ടി നടാം, അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ നടാം, അല്ലെങ്കിൽ ചാക്കിൽ നടാം കേട്ടോ. അപ്പൊ ഈ ഒരു 10 ഇഞ്ചിന്റെ ഒരു ചട്ടിയാണ്. അപ്പൊ ഇതിന്റെ മുന്നേ ഞാൻ ഇതിൽ ചെടി നട്ടതായിരുന്നു കേട്ടോ. അപ്പൊ ഇത് ചെടി നടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അടിവശത്ത് ഹോൾ ഉണ്ടോന്നും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഹോളൊക്കെ അടഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. കാരണം വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ അലോവേര പെട്ടെന്ന് ചീഞ്ഞു പോവുകയും. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ പൂപ്പല് പായലൊക്കെ ഇതുപോലെ വേറെ ഒന്നും അതിക്ക് ചേർത്തിട്ടില്ല കേട്ടോ. മണ്ണോ കാര്യമൊന്നും ചേർത്തിട്ടില്ല. ഇത് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. കാരണം അലോവേര എല്ലാവർക്കും ഇഷ്ടമാണ്. ശരിക്കും വീട്ടിൽ നട്ടു വളർത്തേണ്ട ഒരു ചെടിയാണ് കേട്ടോ അലോവേര. നമുക്ക് നടാനും വളരെ എളുപ്പമാണ്. അപ്പൊ ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു പൂപ്പല് പായലൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇത് പറഞ്ഞാല് ഇതേപോലെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എടുക്കാം. ഞാനിങ്ങനെയാണ് കേട്ടോ, മുറ്റൊക്കെ ചെത്തിക്കോരി നന്നാക്കുന്ന സമയത്തൊക്കെ ഇതിങ്ങനെ കൂട്ടി ഒരു ബക്കറ്റിലൊക്കെ അല്ലെങ്കിൽ ചാക്കിലോ കെട്ടി വെക്കും. എപ്പോഴെങ്കിൽ ചെടി നടുന്ന സമയത്ത് ഒന്നെങ്കിൽ മണ്ണിന്റെ കൂടെ മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒത്തിരി വലിയ ചട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കരിയില ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഈ പൂപ്പല് പായലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ചെടി നട്ടു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ കണ്ടോ ചട്ടിയിൽ ഇത്ര നട്ടു വെച്ചു, ഇത്ര പൊട്ടി മിക്സ് ആയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, നിർബന്ധമില്ല. അപ്പൊ ഞാൻ ഉള്ളതുകൊണ്ട് എടുക്കാണ് കേട്ടോ. ഇതും ഒത്തിരി നല്ലതാണ്. നമ്മുടെ കിച്ചൺ വേസ്റ്റ് എന്താണെങ്കിലും എടുക്കുക. ഒരിക്കലും ഇങ്ങനെ വെള്ളത്തോടെ കൂടി എടുക്കാതിരിക്കുക. ഇതൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഉള്ളീൻ്റെ തൊലി, മുട്ടേൻ്റെ തോടൊക്കെയാണ് കേട്ടോ. പിന്നെ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കുക. പക്ഷെ ഒരിക്കലും ഇങ്ങനെ അളിഞ്ഞു പിളിഞ്ഞു നിൽക്കുന്നത് എടുക്കാതിരിക്കുക. നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണം. കാരണം അലോവേര അത്രയും സോഫ്റ്റ് ആണ്. ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞ് അതിൻ്റെ ഇലയൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകും കേട്ടോ. അപ്പം അതുകൊണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. അപ്പം ഞാൻ ആ ഒരു വേസ്റ്റൊക്കെ ചെറുതായിട്ട് പൊടിച്ചും ഇങ്ങനെയൊക്കെ ആക്കി അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ ഒരു വീണ്ടും നമ്മൾ ഈ ഒരു നമ്മുടെ ഈ പൂപ്പല് പായലൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ടെറസിൻ്റെ മുകളിലും ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ ബൊഗൈൻവില്ലൊക്കെ നട്ടു കേട്ടോ. അതൊക്കെ ബൊഗൈൻവില്ലൊക്കെ നട്ടിട്ട് അടിപൊളിയാണ് കേട്ടോ. നിറയെ പൂക്കളാണ്. അത് ഭയങ്കര, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നട്ട് വെക്കാം കേട്ടോ. ഈ ഒരു ഇതിൽ നിങ്ങൾ വേറെ ചാണകപ്പൊടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഉള്ളിത്തൊലി ഉണ്ടായതുകൊണ്ട് അവിടെ വേസ്റ്റായി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് മാത്രം എടുത്തതാ, അതും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പൊ നമ്മളിതിങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി ഇതാ നമുക്കൊരു അലോവേരേന്റെ തൈ എടുക്കാം കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, ഇതിൻ്റെയൊക്കെ ചോട്ടിലുള്ള തൈയിനൊരു കണക്കുമില്ല പോലെയാണ്. പക്ഷെ ഇത് ആണ്ട് പെട്ടെന്ന് പറിക്കാൻ കിട്ടുന്നില്ല കേട്ടോ. കുറച്ച് പ്രയാസമുണ്ട്. കാരണം ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്.
എന്നാലും നമുക്ക് ചോട്ടിലുണ്ടോ ഇവിടൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് തൈകളുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഒരു അലോവേരേന്റെ ഇതുപോലെ ഒരു തൈ എടുത്തിട്ടുണ്ട്. അപ്പൊ വേരൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ അടിവശത്ത് ഇതുപോലെ ഇങ്ങനെ തളർന്ന് കിടക്കുന്ന ഒരു ഇല ഉണ്ട്, അതുകൊണ്ട് മാറ്റിക്കളയാം കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കേട് വന്ന് ഉണങ്ങി കിടക്കുന്ന ഇലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിക്കളയാം. അപ്പൊ ഇതിന്റെ അലോവേരേന്റെ ഓവറായിട്ട് അടിവശം നീണ്ടു നിൽക്കുകയാണെങ്കിൽ അടിവശത്തെ വേര് ഭാഗമാണെങ്കിൽ കട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അലോവേര പിടിക്കാതിരിക്കൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വേര് പിടിക്കുക. ഇപ്പൊ ചെറുതായിട്ട് സെന്ററിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒരു കുഴി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നമ്മളിതാ ഇതുപോലെ ഒരിക്കലും ഇല മണ്ണിലേക്ക് നിൽക്കരുത്. ഇലേന്റെ ഭാഗത്തേക്ക് ഓവറായിട്ട് മണ്ണ് നിൽക്കരുത് കേട്ടോ. വേര് ഭാഗം മാത്രം മണ്ണിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടി മിക്സ് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അതിന്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അലോവേരയ്ക്ക് ഡെയിലി ഒരിക്കലും നനച്ചു കൊടുക്കരുത്. കാരണം ഓവറായിട്ടുള്ള വെള്ളം, ഓവറായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ്. അപ്പൊ ഞാനിത് നല്ലതുപോലെ സൺലൈറ്റ് ലഭിക്കുന്നുമില്ല, എന്നാൽ അത്യാവശ്യം വേണ്ട വെട്ടം വെളിച്ചമൊക്കെ ഉള്ള ഒരു ഭാഗത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. എൻ്റെ വീടിന്റെ ഇപ്പൊ ടെറസിന്റെ മുകളിൽ സിറ്റ് ഔട്ടിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കണ്ടോ ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഗ്രോ ബാഗിലുണ്ട്. പിന്നെ വീട്ടിന്റെ അടിവശത്ത് ബാക്ക് വശത്തൊക്കെ ഉണ്ട് കേട്ടോ. അലോവേര ചാക്കിലൊക്കെ കുറേ നട്ടിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോവേര വീട്ടിൽ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. മുടി വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല വണ്ണം തോന്നിക്കാനും കറുപ്പ് നിറം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അലോവേര. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.